ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ കല്ലുമ്മക്കായി നുള്ളിപ്പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ എടുത്തു പറയുന്നില്ല, വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കൊടുത്തു വിടുമല്ലോ കല്ലുമ്മക്കായി നുള്ളിപ്പൊരിച്ചിട്ട്, അതൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഇത് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ചോറിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പരിപ്പ് കറി, അതുപോലെ തന്നെ പരിപ്പും പച്ചക്കായ ഇട്ട് വെച്ചിട്ടുള്ള കറി, അല്ലെങ്കിൽ നമ്മുടെ വെള്ളരി കറി, ഇങ്ങനത്തെ നാടൻ കറികളില്ല, ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ. വേറെ ഒന്നും വേണ്ട. എല്ലാ ചൂട് ചോറിൽ വെറുതെ കുഴച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കി. കല്ലുമ്മക്ക ഇഷ്ടമില്ലാത്തവരും കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് രുചിയിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടി കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒന്ന് വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്മക്കായി നുള്ളിപ്പൊരിച്ചത്, പുഴുങ്ങി നുള്ളിപ്പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കല്ലുമ്മക്കായാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ പുഴുങ്ങി നുള്ളിപ്പൊരിക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു സൈസിലുള്ളതാണ്. ചെറുതും വലുതുമൊക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതാ 1 കിലോ എന്നൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഉള്ള പോലെ തോന്നില്ല. ഇനി പുഴുങ്ങി വന്നു കഴിഞ്ഞാൽ പൊരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് വാങ്ങിയിട്ട് ആക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് ഞാൻ 3-4 തവണ കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചത് നല്ല നീറ്റുള്ള കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ കഴുകാനും കുറേ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പൂഴി പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുക്കണം എന്ന് പറയുന്നത് കല്ലുമ്മക്കായിൽ ഇളമ്പൊക്കെ എല്ലാം അറിയാലോ, അത്യാവശ്യം നന്നായിട്ട് പൂഴി ഉണ്ടാവും. അപ്പോൾ ആ പൂഴി പോകുന്ന രീതിയിൽ കഴുകിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കുക്കാകുന്ന സമയത്ത് ഇതിൻ്റെ വായ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇറച്ചിയിലൊക്കെ പൂഴി വറ്റി നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടി ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ചെമ്പോ എന്തെങ്കിലും ഒരു എന്താ പറയുക ചട്ടിയോ ചെമ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. വെള്ളമൊന്നും ഒട്ടും തന്നെ ഒഴിക്കേണ്ട, കല്ലുമ്മക്കായിൽ നിന്ന് വെള്ളം വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് നന്നായിട്ട് പതയൊക്കെ വന്നോളൂ. അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പത മുകളിലോളം വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് അടപ്പ് തുറക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെങ്കിൽ പതിച്ചിട്ട് അതിൻ്റെ പത പുറത്തേക്ക് വരും. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുറമേ വരില്ല. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഏകദേശം ഒരു പകുതി മുക്കാലോളം ഓപ്പണായി വന്നത് കാണാൻ പറ്റും. ആ സമയത്ത് ഇതുപോലെ ചെമ്പ് പിടിച്ചിട്ടൊന്ന് ഇതുപോലെ കുടഞ്ഞ് തട്ടി കൊടുക്കണേ. കാരണം അടിയിൽ സൈഡിലോ അടിയിലോ ഏതെങ്കിലും ഓപ്പൺ ആവാൻ വിട്ടുപോയതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സായിട്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് ചിക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതാ കുറച്ച് സമയം ഒരു ഏകദേശം ഒരു 5 മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഓപ്പണായി വന്നോളും കേട്ടോ. ഓവറോൾ 10 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. മൊത്തത്തിൽ ഇതാ ഓപ്പണായി ഇതുപോലെ കണ്ടില്ല, ഇറച്ചിയൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നങ്ങ് ചൂടാറുന്ന നേരം വെയിറ്റ് ചെയ്യാം. ചൂടാറിയിട്ട് വേണം നമുക്കിത് നുള്ളിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കല്ലുമ്മക്കായ മൊത്തത്തിൽ ഓപ്പണായി ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നുള്ളി എടുക്കണം. ഇതിൽ നിന്ന് കല്ലുമ്മക്കായ ഇതുപോലെ ഇറച്ചി മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഒന്ന് അടർത്തിയിട്ട് നമുക്കൊരു സ്പൂൺ ആക്കിയിട്ട് കല്ലുമ്മക്കായൻ്റെ തോട് ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആവും ഞാൻ പറയുന്നതിലും. ഇതുപോലെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് നമ്മൾ കോരി എടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഈ ഒരു സംഭവത്തോട് എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അഥവാ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ചിപ്പിയുള്ള ടൈപ്പ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു വേസ്റ്റില്ലേ ഈ സൈഡിലുള്ള ഞാൻ കാണിക്കുന്ന ഇതിന് നമ്മൾ ചിപ്പി എന്നാണേ പറയാം. ഈ ചിപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യാം. എന്നിട്ടൊന്ന് വലിച്ചെടുത്ത് ആ ചിപ്പി അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇറച്ചി മാത്രം ഇതുപോലെ എടുത്താൽ മതി. നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ 1-2 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കല്ലുമ്മക്കായ ഒരുപാട് സമയം കുതിർത്ത് വെച്ചൊന്നും കഴുകരുത്. ആ ഒരു കല്ലുമ്മക്കായുടെ ഫ്ലേവർ നഷ്ടപ്പെടും, പിന്നെ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല. അപ്പോൾ 1-2 തവണ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം വേണം. പിന്നെ ചില കല്ലുമ്മക്കായ നന്നായിട്ട് പൂഴി ഉണ്ടാവും, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് കഴുകിയെടുക്കുക കേട്ടോ, 3-4 തവണയൊക്കെ. ഇതിപ്പോൾ നല്ല നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കണ്ടുതരാൻ മനസ്സിലായിട്ടില്ല, അങ്ങനെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അത് നിങ്ങളുടെ എരിവുള്ള പൊടിക്കനുസരിച്ചിട്ട് മാറ്റം വരുത്തുക കേട്ടോ.
അപ്പോൾ ഇത്രയും ചേർത്തിട്ട് കുറച്ച് ഉപ്പ്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കല്ലുമ്മക്കായിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് കുഴച്ച് നമ്മുടെ കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി, ഒന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഇതാ നല്ല രീതിയിൽ മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ഐറ്റംസിന് അറിയാലോ ഒരു പ്രത്യേക രുചിയല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഓയിൽ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ട് കല്ലുമ്മക്ക ഇട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണേ, അതിനൊരു പ്രത്യേക ഫ്ലേവറും രുചിയൊക്കെ വരും. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഉണങ്ങി ക്രിസ്പി ആയി പോവരുത്, അപ്പോൾ ഒട്ടും നമ്മുടെ കല്ലുമ്മക്കായ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മൊരിയും വേണം, എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും വേണം. ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. അങ്ങനെ ഇതാ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യട്ടെ. ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കേണ്ട, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഒന്ന് പ്രത്യേകം ഓർക്കണേ. ആ പാനിൻ്റെ ചൂട് തട്ടിയിട്ട് അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ല കാണാൻ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് പുഴുങ്ങുമ്പോൾ പൊരിയുമ്പോൾ ഒക്കെയുള്ള ആ ഒരു മണവും എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ ഗൾഫിലൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ കൊടുത്തു വിടുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് വാഴയില വാട്ടിയിട്ട് അതിൽ കെട്ടി വിട്ടാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തലശ്ശേരിക്കാർ കല്ലുമ്മക്കായനെ കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്, പല രീതിയിലും ഫ്രൈ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിൽ ഒരു വേർഷനാണ് ഇന്ന് കാണിച്ചത്. ഇനി ഞാൻ പിന്നീട് ഓരോരോ വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാനൊരു വീട്ടിലൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നി കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള പ്രശ്നമാണ്, പുറമേ ഒന്നിക്കിൽ ഇതുപോലെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ട് വരിക, അല്ലെങ്കിൽ രാത്രി നായ്ക്കളെ ശല്യം കൊണ്ട് ഇതുപോലെ പുറത്ത് നിന്നിടുന്ന ഹവായ ചപ്പൽ പോലും എടുത്തിട്ട് ഉള്ളിൽ സെറ്റാക്കി വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ ഉമ്മയൊപ്പം എപ്പോഴും പറയുന്നതാണ്, ഇതുപോലെ പുറത്ത് എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കിട്ടിയതിനെ നല്ലതിനും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പുറത്ത് ഷൂസൊക്കെ ഇടുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം അത് വേറെയോ അല്ലേ. അങ്ങനെയെല്ലാം കൂടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഷൂഡനിൻ്റെ ഷൂ റാക്കിനെ കുറിച്ചിട്ട് ഒരുപാട് നല്ല നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞത് ഓർഡർ ചെയ്യുന്ന സമയത്ത് 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ വരുന്ന, പക്ഷേ എനിക്ക് 2 ഡേയ്സ് ആകുമ്പം തന്നെ സാധനം വന്ന് ഫിക്സ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ 5 റാക്ക് വരുന്ന ഷൂ റാക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ 2 to 5 റാക്ക് വരെ അവൈലബിൾ ആണ്. പിന്നെ 3 കളേഴ്സിലും അവൈലബിൾ ആണ്. ഞാനൊരു ഗ്രേ വൈറ്റ് കളറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ മെറ്റീരിയൽ ഞാൻ എടുത്ത് പറയാം, ഫുള്ളി പൗഡർ കോട്ടിങ് ആയതുകൊണ്ട് തന്നെ മഴച്ചാറിലോ വെയിലോ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഷൂഡനിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ISO സർട്ടിഫൈഡ് ആണ് കേട്ടോ. പിന്നെ ഇതിലും വലിയ ഒരു ഉറപ്പൊന്നും നമുക്ക് വേണ്ടല്ലോ, ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ, ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാന്നുള്ളത്. പിന്നെ 10 ഇയേഴ്സും കൂടി അവർ വാറൻറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവരുടെ ഷൂ റാക്ക് തന്നെ വാങ്ങാൻ കാരണം കേട്ടോ. എല്ലാ രീതിയിലുള്ള വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ടെൻഷൻ വേണ്ടല്ലോ, ഒന്നും കംപ്ലൈൻറ്റ് ആവില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോയും ചെയ്യുന്നത്, കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാം, ഇതിൽ ഹോള് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഷൂസിൻ്റെ ഒന്നും അങ്ങനെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രശ്നവും. പിന്നെ ഒരു കുഞ്ഞ് ലോക്കിംഗ് സിസ്റ്റം കൂടി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വീടൊക്കെ പൂട്ടി പോകുന്ന സമയത്ത് ഷൂ റാക്കും പൂട്ടി സേഫ് ആക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എനിക്ക് തോന്നുന്നത്, കാരണം ഒരു വീട്ടിൽ ഒരെണ്ണം ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഓർഡർ ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കല്ലുമ്മക്കായ് പൊരിച്ചത് റെഡിയായി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷൂ റാക്കിൻ്റെ വിശേഷം എല്ലാവരും കേട്ട് എല്ലാവർക്കും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്